നമ്മുടെ ചെടികളും പച്ചക്കറികളും ഒക്കെ നല്ല രീതിയിൽ പൂക്കാനും കായ്കൾ തിങ്ങി നിറഞ്ഞുണ്ടാവാനും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സുകൾ നല്ല രീതിയിൽ തഴച്ചു വളരാനും ഒക്കെ ഈ ഒരു വളം നമ്മൾ ഉപയോഗിച്ച് കൊടുക്കുക കേട്ടോ. അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഇത്രയും നല്ലൊരു വളം ഉണ്ടാക്കിയെടുക്കണമെന്നില്ലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ₹1 പോലും ചിലവില്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഈ ഒരു വളം നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലാതെ നേരിട്ടിട്ട് നമുക്ക് ഇതിനെ ചെടികളിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മളെ പഴത്തൊലി ഉണ്ടല്ലോ അത് നല്ലപോലെ ഉണക്കി വെച്ചതാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നമുക്കിപ്പോൾ നല്ല വെയിൽ കിട്ടുന്ന ടൈം ആയതുകൊണ്ട് നമുക്ക് എല്ലാ പഴത്തൊലികളും ഇതുപോലെ നമുക്ക് കൂട്ടി വെച്ചിട്ട് നമുക്കിതിനെ ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ ഞാൻ ഏത് പഴത്തൊലി ആയാലും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ ചെറുപഴത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു ചെറുപഴത്തിൻ്റെ തൊലി എടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പിച്ചി ഇതിനെ ചെറുതാക്കി എടുക്കുക. അതല്ല എങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ചെറുതാക്കാം കേട്ടോ. ഈ ചെറുതാക്കാതെ ആണെങ്കിൽ നമുക്ക് നേരിട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണക്കിയെടുക്കുക, കുഴപ്പമില്ല. നമ്മളിതുപോലെ പിച്ചിയാണ്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മളതിനെ നല്ല സൂര്യപ്രകാശത്തിൽ വെക്കാതെ അത്യാവശ്യം നല്ലൊരു ചൂടുള്ളൊരു ഭാഗത്ത് വെക്കുക. അത് നല്ലപോലെ സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്താണിത് വെക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കേട്ടോ. ഈ പഴത്തൊലിയിലുള്ള എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടും. പിന്നെ നമുക്കതിനെ വളമായിട്ട് ഉപയോഗിച്ചിട്ട് യാതൊരു ഉപകാരമില്ലല്ലോ. പിന്നെ നമ്മൾ എടുത്തുക്കുന്നത് ആ മുട്ടത്തോടാണ്. അപ്പം ഈ മുട്ടത്തോടിനെ തന്നെ നമ്മൾ കഴുകിയിട്ട് വേണം കേട്ടോ ഉണക്കിയെടുക്കണം. അപ്പം അതും തന്നെ പഴത്തൊലി കൊണ്ട് പറഞ്ഞ പോലെ തന്നെ അത് നമ്മൾ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടണത്തൊക്കെ അത് നമ്മൾ എവിടെയെങ്കിലും വീടിൻ്റെ ഏതെങ്കിലും കോണിൽ വെച്ചാൽ നമുക്ക് മുട്ടത്തോട് ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിനെ രണ്ടും എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ എന്നിട്ട് നല്ല പോലെ കൊണ്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പഴത്തൊലി ഉണങ്ങിയെങ്കിൽ മാത്രമേ നമുക്കിത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടുള്ളൂ. അപ്പം അതും കൂടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇനി നമ്മളിതിനെ വേഗം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ മുട്ടത്തോടും പഴത്തൊലിയും വെച്ചുള്ള ഈ ഒരു വളം നമുക്കിവിടെ തയ്യാറാക്കി കിട്ടിയിട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇൻഡോർ പ്ലാന്റ്സുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾ പൂക്കാതെ നിൽക്കുന്ന നമ്മുടെ പച്ചക്കറികൾക്കും അതുപോലെ തന്നെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന പച്ചക്കറി ചെടികളുണ്ടാവില്ല അതിനും ഒക്കെ, അതുപോലെ തന്നെ നമ്മളെ മുറ്റത്തുള്ള പൂച്ചെടികൾക്കും പൂത്തൊലഞ്ഞു നിൽക്കാനൊക്കെ നമുക്ക് ഈ ഒരു വളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഇതിൽ എത്രത്തോളം ഗുണങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുമല്ലോ. നമ്മളെ പഴത്തൊലിയിലും അതുപോലെ തന്നെ നമ്മളെ കാൽസ്യത്തിൻ്റെ കലവറയാണ് നമ്മളെ മുട്ടത്തോട് എന്ന് പറയുന്നത്. അപ്പം ഇതിന് ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്പൂണ് പൊടി മാത്രം എടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. അതല്ലാതെ നമുക്ക് നേരിട്ടിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റുകളൊക്കെ വളർത്തുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു വളം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ. നമുക്ക് എത്ര ആയാലും ഒരു കുഴപ്പം ചെടികൾക്കും വരില്ല. അതുപോലെ തന്നെ ഈ ഒരു വളം തന്നെ നമുക്ക് യാതൊരു കേടും കൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റുകൾക്ക് യാതൊരു സ്മെല്ലും കൂടാതെ നല്ലൊരു ജൈവ വളമായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഇത് നല്ല രീതിയിൽ ഇൻഡോർ പ്ലാന്റുകൾ തഴച്ചു വളരാനും അതുപോലെ തന്നെ തൈകളൊക്കെ തിങ്ങി നിറഞ്ഞുണ്ടാവാനും ഒക്കെ ഈ ഒരു വളം മതി. അപ്പം ഇനി നമുക്കിതിന് വെള്ളത്തിൽ കലക്കിയത് നമുക്ക് ഈ പോട്ട് കൂടെ ഒക്കെ നമുക്ക് കണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ബിഗോണിയ പ്ലാന്റ്സിലൊക്കെ നല്ല രീതിയിൽ വളർന്നു വരാനും ഈ ഒരു വളം മാത്രം മതി കേട്ടോ. അപ്പം ഈ ബിഗോണിയ പ്ലാന്റ്സുകൾക്ക് ഈ വളം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ പൊടിയായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഇതിന് എപ്പോഴൊന്നും വെള്ളം നനക്കാത്തത് കാരണം 2-3 ദിവസം കൂടുമ്പോൾ മാത്രം നമ്മൾ ബിഗോണിയ പ്ലാന്റ്സുകൾ വെള്ളം നനച്ചാൽ മതി കേട്ടോ. അല്ല എങ്കിൽ അതിൻ്റെ കടകളൊക്കെ ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. വേരുകളൊക്കെ നല്ലപോലെ ചീഞ്ഞു പോകും. എന്നാൽ അതിൻ്റെ കട നമ്മൾ ഒരിക്കലും ഈ പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കി മിക്സ് ചെയ്യരുത് കേട്ടോ. വിട്ട് ഭാഗത്ത് കൂടെ വേണമെങ്കിൽ മാത്രം നമ്മൾ മിക്സ് ചെയ്യുക. അല്ലാതെയുള്ള എല്ലാ പ്ലാന്റുകൾക്കും നമുക്ക് ഇതുപോലെ നമുക്ക് നല്ലപോലെ ഈ വളം ഇട്ടതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരിച്ചിരി വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ മുളക് ചെടിക്കും അതുപോലെ തക്കാളി ചെടികൾക്കും വഴുതനക്കും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ പൂവും കായൊക്കെ പിടിച്ചു വരാനൊക്കെ നമുക്ക് ഈ വളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ്സുകളൊക്കെ നടുന്ന സമയത്ത് നമ്മൾ പോട്ടി മിശ്രിതം തയ്യാറാക്കുമല്ലോ. ആ പോട്ടി മിശ്രിതത്തിൽ നമുക്ക് ഈ ഒരു വളം ഉപയോഗിച്ചിട്ട് നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചെടി പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ വളർന്നു വരും കേട്ടോ. അപ്പം എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഇപ്പം തന്നെ പോയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ
ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ, വാക്ക് പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെയും അസ്സലാമു അലൈക്കും.